സൗഖ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൂര്യഭേദി പ്രാണായാമത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ചന്ദ്രഭേദി പ്രാണായാമത്തെക്കുറിച്ച് അറിഞ്ഞു. സൂര്യഭേദി പ്രാണായാമത്തിൽ നമ്മൾ സൂര്യനാഡിയെയാണ് ഉണർത്തുന്നത്. നമ്മളുടെ വലതു നാസികയിൽ സൂര്യനാഡി അഥവാ പിംഗളനാഡി വന്നു നിൽക്കുന്നു. വലതു നാസികയിലൂടെയുള്ള ശ്വാസോച്ഛ്വാസം നമ്മുടെ ഇടത് മസ്തിഷ്കത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് ശരീര ഉഷ്ണം വർദ്ധിപ്പിക്കുന്നു. നമ്മൾ കുറച്ചുകൂടി യുക്തിഭദ്രമായി അനലൈറ്റിക്കലായിട്ട് ചിന്തിക്കുന്നു. ലോ BP ഉള്ള വ്യക്തികൾക്ക് അതിന് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സൂര്യഭേദി പ്രാണായാമം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തണുപ്പുള്ള സമയങ്ങളിൽ ശരീര ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ടും നമുക്ക് സൂര്യഭേദി പ്രാണായാമം ഉപയോഗിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് സൂര്യഭേദി പ്രാണായാമം പരിശീലിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരു ധ്യാനാസനത്തിൽ അല്ലെങ്കിൽ ഒരു കസേരയിൽ നട്ടെല്ല് നിവർത്തിയിരിക്കുക. ഇടതുകൈ ജ്ഞാനമുദ്രയിൽ അല്ലെങ്കിൽ ചിന്മുദ്രയിൽ പിടിക്കുക. ഇടതുകൈ ചിന്മുദ്രയിൽ പിടിച്ച് ഇടതു മുട്ടുകാലിൽ വിശ്രമിക്കാൻ അനുവദിക്കുക. വലതുകൈ ഉയർത്തി വലതുകൈ ചൂണ്ടുവിരലും നടുവിരലും മടക്കി വിഷ്ണുമുദ്രയിൽ പിടിക്കുക. അതിനുശേഷം ചെറുവിരലും മോതിരവിരലും കൊണ്ട് ഇടതു നാസിക അടച്ച് വലതു നാസികയിലൂടെ സാവധാനം ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യും. ഒരു പ്രാവശ്യം ശ്വാസനിശ്വാസങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അതിനെ ഒരു ചക്രം എന്ന് പറയുന്നു. ഈ സൂര്യഭേദി പ്രാണായാമം മറ്റൊരു തരത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇടതു നാസിക അടച്ച് വലതു നാസികയിലൂടെ ശ്വാസം എടുക്കുക. അതിനുശേഷം വലതു നാസിക തള്ളവിരൽ കൊണ്ട് അമർത്തി ഇടതു നാസികയിലൂടെ നിശ്വസിക്കുക. വീണ്ടും ഇടതു നാസിക അടച്ച് വലതു നാസികയിലൂടെ ശ്വസിക്കുക. ഇപ്പോൾ ഒരു പ്രാവശ്യം ശ്വാസമെടുത്ത് പുറത്ത് വിടുമ്പോൾ അതൊരു ചക്രമാണ്, ഒരു സൂര്യഭേദി പ്രാണായാമമാണ്. ഇങ്ങനെ ഒരു 30 ചക്രം ചെയ്യുക. രാവിലെയും വൈകിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, രോഗാവസ്ഥകൾക്ക് അനുസരിച്ച് ഒക്കെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സൂര്യഭേദി പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു വിശേഷവുമായി വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.